ടോമിജി ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡ് നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ഇന്നത്തെ ദിവസം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇപ്പൊ ബാങ്ക് പലിശ കൂടുന്നതാണോ കുറയുന്നതാണോ ഒരു രാജ്യത്തിന്, അതായത് ഇന്ത്യക്കെല്ലാം നല്ലത് എന്നതിനെ കുറിച്ചാണ്. ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ, അതായത് ഒരു ബാങ്ക് എഫ് ടിയിലെല്ലാം നിക്ഷേപിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് എഫ് ടി എത്രത്തോളം കൂടുന്നോ അല്ലെ ബാങ്ക് പലിശ എത്രത്തോളം കൂടുന്നോ അത് നമുക്ക് വളരെ ഗുണകരമാണ് എന്നാണ് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്. അതേസമയം ഒരു രാജ്യത്തിനെ സംബന്ധിച്ച് ഒരു ബാങ്ക് ഇൻട്രസ്റ്റ് ഒരു 2%, 3% ആ ഒരു ലെവലിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് രാജ്യത്തിന് ഏറ്റവും ഗുണകരമായിട്ട് മാറുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് വിശദമായിട്ട് നമുക്ക് നോക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ട 1-2 പോയിന്റാണ് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു വളർച്ചയിലേക്ക് രാജ്യത്ത് എത്തിക്കുന്നത് അവിടുത്തെ ബിസിനസ് സംരംഭങ്ങൾ വളർന്നു കഴിഞ്ഞാൽ മാത്രമേ അവിടെ വളർച്ച ഉണ്ടാവുള്ളൂ. ഇപ്പൊ നോർമൽ സിറ്റുവേഷനിൽ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ബാങ്ക് എഫ് ടിയിൽ ഇപ്പൊ ഏകദേശം ഒരു 7.5% ഒക്കെ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അത് ലോണിലേക്ക് പോകുന്ന സമയത്ത് സാധാരണ ഹോം ലോണിന് തന്നെ നമുക്ക് ഏകദേശം ഒരു 9% ഇൻട്രസ്റ്റ് എല്ലാം കൊടുക്കണം. അപ്പൊ ബിസിനസ് ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, ഇപ്പോഴത്തെ റേഞ്ച് 12% to 36% വരെയുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഇപ്പൊ നിലവിൽ ബിസിനസ് ലോണിലെല്ലാം ഉള്ളത്. അപ്പൊ ശരാശരി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 20% അല്ലെങ്കിൽ 25% പലിശക്ക് ഒരു ഫണ്ട് എടുത്തതിന് ശേഷം ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബിസിനസ് ഇപ്പൊ വിജയിപ്പിച്ചെടുക്കുക എന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. അതേസമയം ഇതേ ബിസിനസ് തന്നെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പൊ ഒരു 2% അല്ലെങ്കിൽ 3% ഒക്കെ ആണെങ്കിൽ ഇപ്പൊ ബാങ്കുകൾക്ക് നോർമൽ സിറ്റുവേഷനിൽ ഈ ബിസിനസ് ആയിരിക്കുക ഒരു 6% അല്ലെങ്കിൽ 10% ലോൺ കൊടുക്കാൻ സാധിക്കും. അപ്പൊ 6% അല്ലെങ്കിൽ 10% ലോണിലാണ് ഈ ഒരു ബിസിനസ്സുകാരൻ ലോൺ എടുത്തിട്ട് ഈ ബിസിനസ് ചെയ്യാനാണെങ്കിൽ അവരെ സംബന്ധിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ ആ ബിസിനസ് വിജയിപ്പിക്കാൻ സാധിക്കും. അപ്പൊ ബിസിനസ് വിജയിപ്പിക്കാൻ സാധിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി കൂടുതൽ തൊഴിലവസരങ്ങൾ വരും. അപ്പൊ കൂടുതൽ തൊഴിലവസരങ്ങൾ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി നമ്മളെ സമ്പത്തിലേക്ക് കൂടുതൽ പണം ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മളെ ചുറ്റുപാടിലുള്ള ആളുകളെല്ലാം കൂടുതൽ ഒരു വെൽത്തി ആവുന്ന ഒരു അവസ്ഥയിലേക്ക് അതിലൂടെ എത്തിച്ചേർക്കാൻ സാധിക്കും. അതേസമയം ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആണെങ്കിൽ ഒരു മിക്കവരും ഈ പറഞ്ഞ പോലെ 20%, 30% ഇൻട്രസ്റ്റ് എടുത്തിട്ട് ബിസിനസ് വികസിപ്പിക്കാൻ അല്ലെങ്കിൽ പുതിയ ബിസിനസ് തുടങ്ങാനൊന്നും തയ്യാറാകില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഘടകമാണ്. രണ്ടാമതായിട്ട് നമ്മളൊരു പേഴ്സണൽ ലൈഫിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം, ഒരു നിക്ഷേപകൻ എന്ന രീതിയിൽ ഒരു ബാങ്ക് ഇൻട്രസ്റ്റ് കൂടി നിൽക്കുന്നത് നല്ലതാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ ഒരു ലോൺ എടുക്കുന്ന ഒരു വ്യക്തി ആണ് എന്ന നിലയിൽ ഇപ്പൊ ബാങ്ക് ഇൻട്രസ്റ്റ് ഹൈ ആകുന്ന സമയത്ത് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു മിക്കവർക്ക് വീട് വാങ്ങാൻ ഒരു മിക്കവർക്ക് പറ്റില്ല, ഒരു മിക്കവർക്ക് കാർ വാങ്ങാൻ സാധിക്കില്ല. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പൊ നേരത്തെ എന്തെങ്കിലും വീടോ എന്തെങ്കിലും കാറൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആവുന്ന സമയത്ത് കൂടുതൽ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടി വരുന്ന ഒരവസ്ഥ വരുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ ബാലൻസ് വരുന്ന തുകയുടെ വലിപ്പം കുറയും. അത് അവരുടെ സ്പെൻഡിങ്ങിനെ വളരെ വലിയ രീതിയിൽ തന്നെ ബാധിക്കും. അതേസമയം നമുക്കറിയാം, വികസിതമായിട്ടുള്ള ഒരു മിക്ക രാജ്യങ്ങളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇപ്പൊ ഒരു ഹോം ലോൺ ഇൻട്രസ്റ്റ് എല്ലാം 2%, 3% അവർക്ക് കിട്ടാനുള്ള വകുപ്പുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊരു സാധാരണ വ്യക്തിക്കും ഈ പറഞ്ഞ ഒരു ഇൻട്രസ്റ്റിൽ ലോൺ എടുത്തിട്ട് അവർക്ക് വീട് വാങ്ങാൻ, കാറ് വാങ്ങാൻ, അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും വേണ്ടി ചെലവഴിക്കാൻ സാധിക്കും. എന്നത് മാത്രമല്ല, ഇൻട്രസ്റ്റ് പോർഷൻ വളരെ കുറവായതുകൊണ്ട് അവരെ സംബന്ധിച്ച് അവർക്ക് സർപ്ലസ്, അതായത് സാലറിയിൽ നിന്ന് ഇപ്പൊ EMI കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു തുകയുടെ വലിപ്പം നോർമൽ സിറ്റുവേഷനിൽ കൂടും. അപ്പൊ കൂടുതൽ സർപ്ലസ് തുക വരുന്ന സമയത്ത് ആ തുക അവർക്ക് വേണമെങ്കിൽ മികച്ച രീതിയിൽ നിക്ഷേപിക്കാനൊക്കെ സാധിച്ചു കഴിഞ്ഞാൽ അതിലൂടെ ഒരു മികച്ച രീതിയിലുള്ള വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. അപ്പൊ ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിനെ സംബന്ധിച്ച്, ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് ഏകദേശം ഒരു 2 to 4% ആ ഒരു ലെവലിലെല്ലാം കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നമുക്ക് എല്ലാവർക്കും അറിയാം, 2047 ആവുമ്പോൾ ഇന്ത്യ ഒരു ഡെവലപ്ഡ് കൺട്രി ആകണം. ആ ഒരു അവസ്ഥയിലേക്കാണ് ഇന്ത്യ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറും എന്ന് വേണ്ട സകലതും ആ തരത്തിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യ ഒരു വികസിത രാജ്യമായിട്ട് മാറുമ്പോൾ ഇന്ത്യയിലത്തെ ഇൻട്രസ്റ്റ് റേറ്റ് നോർമൽ സിറ്റുവേഷനിൽ കുറയും.
എന്റെ ഒരു എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഒരു 4% താഴെ ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് എത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ, പ്രത്യേകിച്ച് താങ്കളുടെ നിക്ഷേപം മൊത്തം ബാങ്ക് എഫ് ഡിയിൽ മറ്റോ ആണെങ്കിൽ താങ്കൾക്ക് സ്വീകരിക്കാവുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താങ്കൾ പതിയെ ആ ബാങ്കിലുള്ള നിക്ഷേപം കുറച്ചിട്ട് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള റിട്ടേൺ കിട്ടാവുന്ന മറ്റ് ഇൻസ്ട്രുമെന്റ്, അതായത് ഇപ്പൊ നമുക്ക് മ്യൂച്വൽ ഫണ്ട്, പിന്നെ അതോടൊപ്പം തന്നെ ഗോൾഡ്, പിന്നെ അതോടൊപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ്, പിന്നെ സ്റ്റോക്സ്, ഈ പറഞ്ഞ പല ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ പല ഓപ്ഷനും താങ്കൾക്ക് സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ നിക്ഷേപിക്കാൻ താങ്കൾക്ക് സാധിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴേക്കും താങ്കളെ സംബന്ധിച്ച് ഇൻഫ്ലേഷനേക്കാൾ മികച്ച രീതിയിലുള്ള ഒരു റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് താങ്കൾക്ക് കെട്ടിപ്പടുത്തുവാൻ സാധിക്കും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് താങ്കൾക്ക് ഞങ്ങളുടെ എന്തെങ്കിലും സേവനങ്ങൾ താങ്കൾക്ക് ആവശ്യമാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ നമ്പറുകളിൽ താങ്കൾക്ക് വാട്സാപ്പ് വഴിയോ കോൾ ചെയ്തോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പൊ വാട്സാപ്പിന്റെ ലിങ്കും, അതായത് ഇപ്പൊ താങ്കൾക്ക് ഡയറക്റ്റ് ചാറ്റ് ചെയ്യുന്നതിനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. എല്ലാ മാസവും എന്നോളം ഞങ്ങൾ വ്യത്യസ്തങ്ങളായ വെബിനാറുകൾ ഞങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ളവർക്ക് വേണ്ടി മാത്രമായിട്ട് ഞങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഇതുവരെ താങ്കൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ അംഗമായിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും അവൈലബിൾ ആണ്. ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമായെങ്കിൽ താങ്കളെല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷമായി തൊമ്മിച്ചിന്റെ ടിപ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.